ഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അസ്മദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവമുപാസ്മഹേ. ഓം ശ്രീ ഹയഗ്രീവമൂർത്തയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശ്രീ മഹാസരസ്വത്यै നമഃ. ഉമാകോമളഹസ്താബ്ജ സംഭാവിതലലാടകം ഹിരണ്യകുണ്ഡലം വന്ദേ കുമാരം പുഷ്കരസ്രജം. ഓം വെട്രിവേൽ മുരുകനുക്ക് ഹരോഹരാ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സായങ്കാലേ വനാന്തേ കുസുമിത സമയേ സൈകതേ ചന്ദ്രികായാം ത്രൈലോക്യാകർഷണാംഗം സുരവരഗണികാമോഹനാഭംഗമൂർത്തിം സേവ്യം ശൃംഗാരഭാവൈഃ നവരസഭരിതൈഃ ഗോപകന്യാസഹസ്രൈഃ വന്ദേഹം രാസകേളീരതമതിസുഭഗം വശ്യഗോപാലകൃഷ്ണം. ആനീലശ്ലക്ഷ്ണകേശം ജ്വലിതമകരസൽക്കുണ്ടലം മന്ദഹാസസ്യന്ദാർദ്രം കൗസ്തുഭശ്രീപരിഗതവനമാലോരു ഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസതുദരം കാഞ്ചനച്ഛായചേലം ചാരുസ്നിഗ്ധോരും അംബോരുഹലളിതപദം ഭാവയേഹം ഭവന്തം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യദദ്നോ നാരായണീയ നവനീതമഘോ ഗൃഹീത്വാ മായാമയൗഗപരിതപ്തജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭി പൂജാ പരപുരുഷ തദൈകാദശീ നാമവർണ്ണാഃ ഏതാന്യഷ്ടാപ്യയത്നാന്യൈ കലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിതശങ്കചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമോ നാരായണായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. നാരായണീയ പരമ്പര 59-ാം എപ്പിസോഡാണ് തോന്നുന്നു. അതിലേക്ക് ഏവർക്കും സ്വാഗതം. നാരായണ. 20-ാം ദശകം കഴിഞ്ഞു. 20-ാം ദശകത്തില് ഋഷഭ അവതാര ചരിത്രം ചുരുക്കിയാണ് മേൽപ്പത്തൂർ പറഞ്ഞിരുന്നത്. നമ്മളും നാരായണ. ഇന്ന് 21-ാം ദശകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ശ്രീമദ് ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിലെ ഉത്തരാർദ്ധം. പഞ്ചമസ്കന്ധത്തിലെ 16 മുതൽ 26 വരെയുള്ള 11 അധ്യായങ്ങളിൽ വർണ്ണിച്ചിട്ടുള്ള ഭൂഗോള വർണ്ണന, ജ്യോതിർഗോള വർണ്ണന മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ 21-ാം ദശകത്തിൽ മേൽപ്പത്തൂര് വളരെ മനോഹരമായിട്ട് സംഗ്രഹിച്ച് ഒരു സ്തുതി രൂപത്തിലാക്കിയിരിക്കണം. നല്ലൊരു സ്തുതി. വിശ്വരൂപനായ വിരാട് പുരുഷനായ ഭഗവാനെ സ്തുതിക്കുന്ന ഒരു സ്തുതിയുടെ രൂപത്തിലാണ് 21-ാം ദശകം മേൽപ്പത്തൂര് അവതരിപ്പിച്ചിരിക്കുന്നത്.
ശ്രീമദ് ഭാഗവതം ആ പഞ്ചമസ്കന്ധത്തിലെ 16 മുതൽക്കുള്ള 26 വരെയുള്ള അധ്യായങ്ങൾ ലോക വ്യവസ്ഥയെ വർണ്ണിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവസാനം പറയുന്നുണ്ട് അത് ഭഗവാന്റെ സ്ഥൂല രൂപമാണ് എന്ന്. ഭഗവാൻ വിഷ്ണുവിന്റെ സ്ഥൂല രൂപമാണ് ഈ വർണ്ണിച്ചത്. ഇതെന്തിനു വേണ്ടി വർണ്ണിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവത് ഭക്തന്മാർക്ക് ധ്യാനിക്കാൻ വേണ്ടി, മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി ആണ് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അതിൽ നിന്ന് അറിയേണ്ടത്. ഈ വിവിധമായി രാജിക്കുന്ന ഈ വിശ്വം, ഈ പ്രപഞ്ചം, ഈ വിരാട്, അത് 14 ലോകങ്ങൾ മാത്രമല്ല, അതിന് അപ്പുറത്തും ഉണ്ടെങ്കിൽ എല്ലാം ഭഗവാന്റെ സ്ഥൂലമായ രൂപമാണ്, ഭഗവാന്റെ മാനിഫെസ്റ്റേഷനാണ്, ഭഗവാന്റെ എക്സ്പ്രഷനാണ്. അപ്പൊ എന്ത് കാണുമ്പോഴും അതൊക്കെ ഭഗവാനെ കാണുക, ഭഗവാന്റെ വിഭൂതിയായി കാണുക. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ സ്തുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ എന്ന രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലായിടത്തും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നതിനെ കാണിച്ചു തരികയാണ് ഈ പഞ്ചമസ്കന്ധം. പഞ്ചമസ്കന്ധം സ്ഥിതിർ വൈകുണ്ഠ വിജയ എന്നാണ് ലക്ഷണം. സ്ഥിതിയാണ് അഥവാ സ്ഥാനമാണ് പഞ്ചമസ്കന്ധത്തിലെ വിഷയം. അത് ഭഗവാന്റെ വിജയമാണ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഈ കാണുന്ന പ്രപഞ്ചം ഭഗവാന്റെ എക്സ്പ്രഷനാണ്, ഭഗവാന്റെ മാനിഫെസ്റ്റേഷനാണ്, അഭിവ്യക്തിയാണ്, ഭഗവാന്റെ സ്ഥൂല ശരീരമാണ് എന്ന ഭാവനയോടുകൂടി എല്ലാറ്റിലും നമ്മൾ സമഭാവനയോടെ, എല്ലാറ്റിനെയും ഉപദ്രവിക്കാതെ, ആരാധനാഭാവത്തിൽ സ്നേഹത്തോടുകൂടെ കഴിയാം. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ആ ഒരു സ്നേഹഭാവത്തിൽ വർത്തിക്കാം. ആരെയും ഒന്നിനെയും ഹിംസിക്കാതെ, ഉപദ്രവിക്കാതെ, ചൂഷണം ചെയ്യാതെ എല്ലാവരുമായി ചേർന്ന് ഈ എല്ലാം കാണുന്നതെല്ലാം ഈശ്വര ശരീരമാണ് എന്ന ഭാവനയോടുകൂടെ ആനന്ദമായി കഴിയാം. പരസ്പരം സ്നേഹിച്ചുകൊണ്ട്, പരസ്പരം ഉള്ളതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചുകൊണ്ട്, എല്ലാവരിലും സമഭാവനയോടുകൂടിക്കൊണ്ട് സന്തോഷമായി സഹോദരങ്ങളെ പോലെ കൂടിയല്ല, ഒരു ആത്മാവാണ് നമ്മളെല്ലാം, ഒരു ആത്മാവാണ്. ശരീരങ്ങൾ വേറെ വേറെ എന്ന് തോന്നുക മാത്രമാണ്. വാസ്തവത്തിൽ ഒരു ശരീരമേ ഉള്ളൂ. വിരാട് പുരുഷന്റെ ശരീരമാണിതെല്ലാം. ഏകനായ വിരാട് പുരുഷന്റെ ശരീരമാണിതെല്ലാം. ആ വിരാട് പുരുഷൻ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. വിരാട് പുരുഷന്റെ കയ്യും കാലും വിരലുകളും രോമങ്ങളും നഖങ്ങളുമാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ആ ഭാവനയെ ഉറപ്പിക്കാൻ, സമദർശനമൂട്ടി ഉറപ്പിക്കാൻ, ഏകത്വ ദർശനമൂട്ടി ഉറപ്പിക്കാൻ, അദ്വൈത ദർശനമൂട്ടി ഉറപ്പിക്കാൻ ഉള്ള ആ ഒരു വർണ്ണനയാണ് പഞ്ചമസ്കന്ധം. അപ്പോൾ നമുക്ക് ഈ ദശകം ഒന്ന് വായിക്കാം. വായിച്ചിട്ട് ഓരോ ശ്ലോകങ്ങളായിട്ട് നോക്കാം. നാരായണം. ദശകം 21 നവവർഷങ്ങളും സപ്തദ്വീപാദികളും. ഓം മദ്യോത്ഭവേ ഭുവ ഇളാവൃതനാമ്നി വർഷേ ഗൗരീ പ്രധാന വനിതാ ജനമാത്രബാജി ശർവേണ മന്ത്രനുതിഭി സമുപാസ്യമാനം സംഘർഷണാത്മകമതീശ്വര സംശ്രയേ ത്വം
ഭദ്രാശ്വനാമക ഇലാവൃത പൂർവവർഷേ ഭദ്രസ്രവോഭി ഋഷിഭിഃ പരിണൂയമാനം കൽപ്പാന്തഗൂഢ നിഗമോദ്ധരണ പ്രവീണം ധ്യായാമി ദേവ ഹയശീർഷതനും ഭവന്തം ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈഃ പരിസേവ്യമാണം ഉത്തുംഗശാന്തധവളാകൃതിമേഘശുദ്ധ ജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം വർഷേ പ്രതീചി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം തസ്യാ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. രമ്യേ ഹ്യുദീജി ഖലു രമ്യകനാംനി വർഷേ തദ്വർഷനാദമനുവർയ സപര്യമാണം ഭക്തൈകവത്സലമമത്സരഹൃത്സുബാന്ധം മത്സ്യാകൃതിം ഭുവനനാദ ഭജേ ഭവന്തം വർഷം ഹിരണ്മയസമാഹ്വയമൗത്തരാഹ്വം ആസീനമദ്രിധൃതി കർമ്മടകാമടാംഗം സംസേവതേ പിതൃഗണപ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ കിഞ്ചോത്തരേഷു കുരുഷു പ്രിയയാ ധരണ്യാ സംസേവിതോ മഹിതമന്ത്രനുതി പ്രഭേദൈഃ ദംഷ്ട്രാഗ്രഘൃഷ്ടഘനപൃഷ്ടഗരിഷ്ടവർഷ്മാ ത്വം പാഹി വിജ്ഞനുത യജ്ഞവരാഹമൂർത്തേ യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജാ സീതാഭിരാമ പരമാത്ഭുതരൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണോ. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ ത്വം സാംഖ്യയോഗനുതിഭിഃ സമുപാസ്യമാനഃ ആകൽപകാലമിഹ സാധുജനാഭിരക്ഷി നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. പ്ലാക്ഷേർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശലാമനിവന്നിരൂപം ക്രൗഞ്ചേംബുരൂപമദവായുമയം ചശാകേ ത്വാം ബ്രഹ്മരൂപമപി പുഷ്കരനാംനി ലോകാഃ സർവൈർധ്രുവാദിവിരുഡുപ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷവയവേഷഭികൽപ്യമാനൈഃ ത്വം ശിംസുമാരവഭുഷാ മഹദാമുപാസ്യഃ സന്ധ്യാസുരുന്ദി നരകം മമ സിന്ധുശായിൻ. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോലൈകകുണ്ഡലവിരാജിസഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിഃ ജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാദാം. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോലൈകകുണ്ഡലവിരാജിസഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിഃ ജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാദാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം ഋഷഭചരിത്രം കഴിഞ്ഞിട്ട് ഋഷഭപുത്രനായിട്ടുള്ള ഭരതന്റെ ചരിത്രം പറയുന്നുണ്ട്. ഭട്ടതിരിപ്പാട് എന്തുകൊണ്ടാണെന്നറിയില്ല, വളരെ മനോഹരമായിട്ടുള്ള ആ ഭരതചരിത്രത്തെ ഒന്ന് സ്പർശിക്കുക പോലും ഉണ്ടായില്ല. ഋഷഭന്റെ മൂത്ത പുത്രൻ ഭരതനായിരുന്നു എന്ന് മാത്രം ആ ഋഷഭചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞു. ബാക്കി ഭരതന്റെ മഹിമകളൊന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ വിസ്തരിക്കുന്നില്ല. എങ്കിലും ആ 9 അധ്യായങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിലെ ഭരതന്റെ 2 അല്ലെങ്കിൽ 3 ജന്മത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത്. ഭരതന്റെ 3 ജന്മങ്ങളെ വർണ്ണിക്കുന്നുണ്ട്. 1 ജന്മമല്ല, 2 ജന്മമല്ല, 3 ജന്മം. ഒരു മഹാത്മാവിന്റെ കഥയാണത്. ആ ഭരതനെ കൊണ്ടാണ് ഈ ഭാരതവർഷം, നമ്മുടെ ഈ രാജ്യത്തിന് ഭാരതവർഷം എന്ന പേര് കിട്ടുന്നത് ആ ഭരതന്റെ ഭരണം കൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഈ ഭാരതം 3 ഭരതന്മാര് ഭരിച്ചു. പ്രമുഖന്മാരായിട്ടുള്ള ഭരതന്മാര്, ശക്തന്മാരായിട്ടുള്ള ഭരണാധികാരികൾ. അതിൽ ആദ്യത്തെ ഭരതൻ ഈ ഭരതനാണ്, ഋഷഭദേവന്റെ പുത്രനായിട്ടുള്ള ഭരതൻ. അത് കഴിഞ്ഞിട്ടാണ് ശ്രീരാമ സഹോദരനായ ദശരഥപുത്രനായിട്ടുള്ള ഭരതൻ ഭരിച്ചത്. അത് കോസല രാജാവായിരുന്നു കൊണ്ട് ദിഗ്വിജയം നടത്തി അദ്ദേഹം ഭാരതദേശത്തിലെ പ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങളെല്ലാം ഭരിച്ചിരുന്നു. 3ാമത്തെ ഭരതനാണ് ദുഷ്യന്തപുത്രനായിട്ടുള്ള ഭരതൻ, ചന്ദ്രവംശത്തിലെ രാജാവ്. ആ ഭരതന്റെ വംശമാണ് മഹാഭാരത കഥയിലൂടെ വർണ്ണിക്കപ്പെടുന്നത്. ആ ഭരതന്റെ വംശമാണ് മഹാഭാരത കഥ. പാണ്ഡവന്മാരും കൗരവന്മാരും ഒക്കെ ആ ഭരതന്റെ വംശത്തിൽ പിറന്നവരാണ്. അപ്പൊ ഇങ്ങനെ 3 മഹാചക്രവർത്തിമാരായിട്ടുള്ള ഭരതന്മാർ ഈ ഭാരതം ഭരിച്ചു. 4ാമത്തൊരു ഭരതൻ ഭരതമുനിയാണ്. 4 ഭരതന്മാരെ കൊണ്ട് പ്രശസ്തമാണ് ഈ ഭാരതം, അല്ലേ? 4ാമത്തെ ഭരതൻ ഒരു മുനിയാണ്, ഭരതമുനി. നാട്യശാസ്ത്രത്തിന്റെ ആചാര്യൻ. സാമവേദത്തിന്റെ ഉപവേദമായ ഗാന്ധർവവേദം എന്ന ആ ഗാന്ധർവവേദത്തെ വ്യാഖ്യാനിക്കുകയാണ് അദ്ദേഹം നാട്യശാസ്ത്രത്തിലൂടെ ചെയ്തത്. നാട്യശാസ്ത്രം പറയുമ്പോൾ അതിൽ സംഗീതവും സാഹിത്യവും രണ്ടും വരുന്നു. അതുപോലെ നൃത്തം, നാടകം മുതലായതൊക്കെ നാട്യത്തിന്റെ വിഷയം തന്നെയാണ്. അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളെക്കുറിച്ചും വസ്ത്രധാരണ രീതികളെക്കുറിച്ചും ഒക്കെ ഉള്ളതായിട്ടുള്ള, നവരസങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ളതായിട്ടുള്ള അവതരണം ആണ് നാട്യശാസ്ത്രം. അപ്പൊ അത് ഭരതമുനിയുടെ കൃതിയാണ്. അങ്ങനെ 4 ഭരതന്മാർ ഈ ഭാരതത്തിൽ പ്രശസ്തരാണ്. ഇനി നമ്മളുമൊക്കെ ഭാരതർ തന്നെയാണ്, അല്ലേ? ഈ ഭാരതത്തിൽ ജനിച്ചവരൊക്കെ നമ്മളൊക്കെ ഇനി ഭാരതീയരാണ്, അഥവാ ഭാരതർ തന്നെയാണ്. നമ്മളെയൊക്കെ ഭാരത എന്ന് വിളിക്കാം. ഹേ ഭാരത എന്ന് വിളിച്ചാൽ, അല്ലയോ ഭരതവംശത്തിൽ, ഭരതകുലത്തിൽ, ഭരതദേശത്തിൽ വന്ന് ജനിച്ചവനേ ഭാരത എന്ന്. ഇനി എന്താണ് യഥാർത്ഥ ഭരതം? ഭാസിൽ രതിയുള്ളവരാണ് ഭാരതീയരെല്ലാം. അറിവിൽ രമിക്കുന്നവരാണ് നമ്മുടെ പൂർവികരെല്ലാം. നമ്മളും അതുപോലെ ആവണം. അറിവിൽ രതി, അതാണ് ഭാരത ശബ്ദം കൊണ്ട് അർത്ഥം. അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും ഈ ഭാരതദേശത്തിന് ആ പേര് കിട്ടാൻ കാരണക്കാരനായിട്ടുള്ള ചക്രവർത്തിയായിരുന്നു ഋഷഭപുത്രനായിട്ടുള്ള ഭരത ചക്രവർത്തി. അദ്ദേഹത്തിന്റെ ഭരണം ഗംഭീരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് ശ്രീമദ് ഭാഗവതം 7ാം അധ്യായത്തിലൊക്കെ, പഞ്ചമസ്കന്ധത്തിലെ 7ാം അധ്യായത്തില്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രായമായപ്പോൾ മകനായ സുമതി എന്ന് പറഞ്ഞ് യുവരാജാവിനെ രാജാവാക്കി വാനപ്രസ്ഥം പോവുകയും അദ്ദേഹം പുലഹാശ്രമം എന്ന് പറയുന്ന ഇന്നത്തെ നേപ്പാൾ
അന്ന് ഭാരതം തന്നെയാണ് ഇന്നും ഭാരതമായിട്ട് നിലനിൽക്കുമായിരുന്നു നെഹ്റുവിൻ്റെ കൊള്ളരുതായ്മ ഇല്ലായിരുന്നെങ്കിൽ. അന്നത്തെ സ്വാതന്ത്ര്യാനന്തര ഭാരതം എല്ലാ നാട്ടുരാജ്യങ്ങളെയും ഏകോപിപ്പിക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ അന്നത്തെ നേപ്പാളിലെ നാട്ടുരാജാവ് നമ്മുടെ ഭാരതത്തോട് ചേർക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. എന്തുകൊണ്ടോ അന്ന് നെഹ്റു അതിനനുകൂലമായിരുന്നില്ല, എതിരായിരുന്നു. അതുകൊണ്ട് മാത്രം നേപ്പാൾ ഒരു തനി രാജ്യമായി പോയി. ഹിന്ദു ഭൂരിപക്ഷമായിട്ടുള്ള ഒരു ഹിന്ദു രാഷ്ട്രമായിരുന്നതാണ് നേപ്പാള്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റായി മാറി, അവിടെ ഇപ്പോൾ സെക്കുലറായി മാറി. നശിപ്പിച്ച് കൊടുക്കും ഇനിയിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കൂടിയിട്ട് അതിനെ. അപ്പോൾ ആ നേപ്പാള് ഭാരതത്തോട് ചേർക്കാനിരുന്നതാണ് സ്വാതന്ത്ര്യാനന്തരം. നമ്മുടെ നെഹ്റുവിൻ്റെ കൈകാര്യം ചെയ്യൽ ശരിയല്ലാത്തത് കൊണ്ട് അത് വേണ്ടാന്ന് വെക്കുകയാണ് ഉണ്ടായത്. ശരി. അപ്പോൾ ആ നേപ്പാളിലെ ഗണ്ഡകി നദി അല്ലെങ്കിൽ ചക്രാ നദി എന്ന് പറയുന്ന ധാരാളം ഫോസിലുകൾ, ശംഖങ്ങളുടെ ഫോസിലുകളാണ് ഈ ചക്രം എന്ന് പറയുന്നത്. ഏതാ ചക്രം? ഇവിടെ സാളഗ്രാമമാണ്. സാളഗ്രാമം ധാരാളമുള്ളതായിട്ടൊരു നദിയാണ് ഈ ചക്രാ നദി അല്ലെങ്കിൽ ഗണ്ഡകി നദി എന്ന് പറയുന്ന നദി. ആ നദിയുടെ തീരത്ത് ആണ് പുലഹാശ്രമം. ആ ആശ്രമത്തിലാണ് ഇദ്ദേഹം ചെന്ന് തപസ് അനുഷ്ഠിക്കുന്നത്. നമ്മുടെ ഭരതൻ ചക്രവർത്തി റിട്ടയർ ചെയ്തിട്ട് വാനപ്രസ്ഥം സ്വീകരിച്ചിട്ട് അങ്ങനെ അദ്ദേഹം അവിടെ വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പൂജയും തപസ്സും ധ്യാനവും നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഏകാഗ്രത കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ഒരു ജ്ഞാനം അഥവാ മോക്ഷത്തിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അദ്ദേഹം. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ഒരു സംഭവം ഉണ്ടായത്. അദ്ദേഹം എന്നും രാവിലെ ഈ ഗണ്ഡകി നദിയിൽ കുളിച്ച് സന്ധ്യാവന്ദനം തർപ്പണാദികളൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് പൂക്കളും ദർഭകളും മറ്റ് പൂജാദ്രവ്യങ്ങളും ഒക്കെ സമാഹരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ പൂജാദികളും നടത്തുക. അപ്പം അങ്ങനെ അദ്ദേഹം രാവിലെ ഒരു ദിവസം ആ ഗണ്ഡകി നദിയിൽ സ്നാനം കഴിഞ്ഞ് തർപ്പണം ചെയ്യാനായിട്ട് ജലമെടുത്ത് നിൽക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ ഒരു മാൻപേട, ഗർഭിണിയായിട്ടുള്ളൊരു മാൻ പ്രാണഭയത്തോടുകൂടെ കുതിച്ചു പാഞ്ഞു വന്ന് ആ വെള്ളത്തിലേക്ക് ചാടുന്നത് കണ്ടു. നോക്കിയപ്പോൾ ഒരു സിംഹം പുറകെ ആക്രമിക്കാൻ വന്നതുകൊണ്ടാണ് ആ മാൻ അതിൻ്റെ പ്രാണഭയം കൊണ്ട് വെള്ളത്തിലേക്ക് ചാടിയത്. മാൻ വെള്ളത്തിലേക്ക് ചാടിയതോടുകൂടി സിംഹം നിരാശനായി മടങ്ങിപ്പോയി ഇദ്ദേഹത്തെ ഇവിടെ കാണുകയും ചെയ്തപ്പോൾ ആ വെള്ളത്തിലേക്ക് ചാടിയ ഗർഭിണിയായിട്ടുള്ള മാൻ തൻ്റെ ആ ഓട്ടത്തിൻ്റെ ക്ഷീണവും ഗർഭം അതിൻ്റെ പരിപൂർണ അവസ്ഥ എത്തിയിരുന്നത് കൊണ്ടും വെള്ളത്തിൽ ചാടിയതോടുകൂടിയിട്ട് അതിൻ്റെ ഗർഭം അവിടെ പ്രസവിച്ചു. ആ വേഗത്തിൽ തന്നെ പ്രസവിച്ച് ആ വെള്ളത്തിലൂടെ ആ കുഞ്ഞ് അപ്പോൾ പ്രസവിച്ചതായിട്ടുള്ള കുഞ്ഞ് പതുക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ട്, എന്നാൽ നല്ലോണം ഒഴുകുന്നുമില്ല, തട്ടിത്തടഞ്ഞിങ്ങനെ വെള്ളത്തിലിങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ്. അത്രയ്ക്കേ വെള്ളം ഉണ്ടാവുള്ളായിരിക്കും. അങ്ങനെ വീണ് കിടക്കുന്നു. ഈ കുഞ്ഞിങ്ങനെ രണ്ടും കെട്ട പോലെ കിടക്കുകയാണ്. ആ മാനാവട്ടെ, ഗർഭിണിയായിരുന്ന മാൻ പ്രസവിച്ച ശേഷം പ്രാണഭയം കൊണ്ട് ഈ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കാതെ പാഞ്ഞു. അതിന് രക്തം സ്രവിക്കുന്നുണ്ട്, പ്രസവത്തിൻ്റെതായിട്ടുള്ള രക്തം സ്രവിക്കുന്നുണ്ട്, അതിൻ്റെ ക്ഷീണമുണ്ട്. എല്ലാം കൂടി ചെന്ന് അപ്പുറത്ത് മറുകരയിൽ ഒരു ഗുഹയിൽ ചെന്ന് വീണ് നേരെ കാണാം, ഈ ഭരതന് കാണാം അത് അവിടെ വീണ് മരിക്കുന്നത്. അങ്ങനെ ഈ കുഞ്ഞിൻ്റെ തള്ള വീണ് മരിച്ചു. ഈ മാൻകുഞ്ഞ് ഈ വെള്ളത്തില് നല്ലോണം വഹിക്കപ്പെടാതെ ഇങ്ങനെ വെള്ളത്തിൽ കിടന്നിങ്ങനെ മുങ്ങും പൊങ്ങും ചെയ്തുകൊണ്ട് ഇങ്ങനെ ഉരുണ്ട് കളിക്കണം. അത് കണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ഉള്ളില് ദയ ഉണ്ടാകുന്നു, കാരുണ്യമുണ്ടാകുന്നു. കരുണയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നുന്നു, ഈ മാൻകുട്ടിയെ കരയ്ക്കെടുത്ത് വെക്കാം,
അത് വെള്ളത്തിൽ ഇങ്ങനെ പെടാപാടുപെടുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നു. അതുകൊണ്ട് അതിനെടുത്ത് കരയ്ക്ക് വെക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ദയോട് കൂടിയിട്ട് ഈ ഭരതൻ ഈ മാൻകുട്ടിയെ എടുത്തിട്ട് കരയ്ക്കെടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്തു, തർപ്പണാദികളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം ആശ്രമത്തിലേക്ക് മടങ്ങാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ കരയ്ക്ക് കിടക്കുന്നതായിട്ടുള്ള ഈ കൊച്ചു കുഞ്ഞിനെ, ഈ മാൻകുഞ്ഞിനെ അദ്ദേഹം ശ്രദ്ധിച്ചത് ഒന്നുകൂടെ. അല്ല, ഇതിനെയിപ്പോൾ ഞാൻ കരയ്ക്കെടുത്ത് വെച്ചു, അതിൻ്റെ തള്ള അവിടെ മരിച്ചു വീഴുകയും ചെയ്തു. ഇതിന് ചുറ്റും ആരും ഇതിന് ബന്ധുക്കളായിട്ടൊരു കുഞ്ഞിനെ പോലും കാണാനില്ല. ഇനിയിപ്പോൾ ഇതിവിടെ കിടന്നാൽ മറ്റു വന്യമൃഗങ്ങൾ, ആ സിംഹമോ അതുപോലെ ചെന്നായ്ക്കളോ കുറുനരികളോ വന്ന് ഇതിനെ ഭക്ഷിക്കുമല്ലോ. മാത്രമല്ല, ഇത് ഇത്രയും ചെറിയ കുഞ്ഞിന് സ്വയം സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഇതിനെ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അതുകൊണ്ട് ഇതിനെ ആശ്രമത്തിൽ കൊണ്ടുപോയി കുറച്ച് ദിവസം അതിന് സ്വന്തം കാലിൽ നിൽക്കാറാവുന്നത് വരെ അതിനെ കൊണ്ടുപോയി രക്ഷിക്കാം എന്ന് ഒരു സിമ്പതി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉടലെടുക്കുന്നു. ആ കാരുണ്യം അങ്ങനെ പ്രകടമാകുന്നു. അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് കൊണ്ടുപോയി വളർത്താം എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ആ മാൻകുഞ്ഞിനെയും കൊണ്ട് എടുത്തുകൊണ്ട് തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ട് അതിനെ കഴുകി വൃത്തിയാക്കുകയൊക്കെ ചെയ്ത് ശുദ്ധമാക്കിയിട്ട് തൻ്റെ കയ്യിലെടുത്തിട്ട് അതിനെ കൊണ്ടുപോയി. അങ്ങനെ ആശ്രമത്തിൽ അതിനെ സുരക്ഷിതമായി പതുക്കെ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ വളർത്താൻ തുടങ്ങുന്നു. അപ്പൊ അതിന് എന്താ പറയുക, തള്ളയില്ലാത്തതാണ്. അതിന് മേയാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും അറിയില്ല. അപ്പൊ അദ്ദേഹം തന്നെ സ്വയം ഇളം പുല്ലുകൾ നോക്കി തെരഞ്ഞു പിടിച്ച് പറിച്ചെടുത്തോണ്ട് വന്ന് അതിന് കൊടുക്കും. വല്ല പഴങ്ങളോ. ആ മാൻകുട്ടി ഇങ്ങനെ വളർന്നു വരുന്തോറും ആ മാൻകുട്ടിയോടുള്ള ഈ ഭരതന്റെ സ്നേഹവും വളർന്നു വരുന്നു. നമ്മുടെയൊക്കെ സ്നേഹം പോലെ തന്നെ നമ്മള് മുത്തശ്ശിമാര്, അമ്മമാരൊക്കെ മക്കളോടും പേരക്കുട്ടികളോടും ഉണ്ടാവുന്ന സ്നേഹം പോലെ ഈ രാജാവിന്, ഈ ഭരതന് ഈ മാൻകുഞ്ഞിനോട് പ്രേമം വർദ്ധിച്ചു വരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന് ആ മാൻകുഞ്ഞിനെ ഓർക്കാതെ, മാൻകുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാതെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ അദ്ദേഹം ആ മാൻകുഞ്ഞിനോട് അറ്റാച്ച്ഡായി. ദിവസവും കുളിക്കാൻ പോകുമ്പോൾ മാൻകുഞ്ഞിനെ കൂടെ കൊണ്ടുപോകും, അതിനെയും കൂടെ കുളിപ്പിക്കും. കഴിഞ്ഞു വരുമ്പോൾ ദർഭകള്, പൂക്കള്, പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള പഴങ്ങള് ഒക്കെ പറിക്കുമ്പോൾ അതിനെ കൂടെ നിർത്തും. അപ്പോൾ അദ്ദേഹം ദർഭ പറിക്കുമ്പോൾ ആ ദർഭയിൽ വന്ന് ഈ മാൻകുഞ്ഞ് കടിക്കുമ്പോൾ അത് എച്ചിലായി അതിനെ കളയും, അല്ലെങ്കിൽ അതിനെ ശാസിക്കും. എന്താ ഈ പണി ചെയ്തത് എന്ന് ചോദിച്ച് ആ മാൻകുഞ്ഞിനെ ഒന്ന് ശാസിക്കും. എന്നിട്ട് വേറെ ദർഭ പറിക്കും, വേറെ പൂക്കൾ പറിക്കും. അങ്ങനെ കൊണ്ടുവന്ന് പൂജയ്ക്കും ഹോമത്തിനും ഒക്കെ ആയിട്ട് ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ചാൽ അതിനെ വന്ന് മണത്ത് നോക്കും, അതിനെ തിന്നു നോക്കും. എല്ലാം ചെയ്യുമ്പോൾ അതിനെ കളയേണ്ടി വരും, പിന്നെയും പുതിയത് പറിച്ചുകൊണ്ട് വരും. ഇങ്ങനെ ആ മാൻകുഞ്ഞിനെ ചീത്ത പറയാനിട്ട് മനസ്സും വരുന്നില്ല. എന്നാൽ പല പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ ഇത്തിരി കടുത്തൊന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഈ മാൻകുഞ്ഞ് പിണങ്ങി പേടിച്ച് ദൂരെ എവിടെയെങ്കിലും പോയി നിൽക്കും. അപ്പൊ അതിനെ അനുനയിച്ച് പതുക്കെ കൊണ്ടുവരും. പോട്ടെ, പാവം, സാരമില്ല, ഞാൻ ദേഷ്യം വന്നപ്പോ പറഞ്ഞു പോയതല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിനെ ലാളിച്ച് കൊണ്ടുവരും. പിന്നെയും അതിനെ പോഷിപ്പിക്കും. അങ്ങനെ എവിടേക്ക് പോകുമ്പോഴും ഒരു കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കും പോലെ തോളിൽ കൊണ്ടു നടക്കും. അദ്ദേഹം ഇരിക്കുമ്പോൾ മടിയിൽ വന്നിരിക്കും. അദ്ദേഹം പൂജയ്ക്കും യാഗത്തിനും യജ്ഞത്തിനും ഒക്കെ നിൽക്കുമ്പോൾ അതിനുവേണ്ടി മെനക്കെടുമ്പോൾ അദ്ദേഹത്തിന്റെ പുറത്ത് വന്നിങ്ങനെ ഉരുമിക്കൊണ്ടിരിക്കും. അതിന്റെ മുളച്ചു വരുന്നതായിട്ടുള്ള കൊച്ചു കൊമ്പുകളുടെ തരിപ്പ് മാറ്റാനായി കൊണ്ട് ഇദ്ദേഹത്തിന്റെ മുതുകത്ത് വന്ന് ചൊറിഞ്ഞു കൊടുക്കും ഇദ്ദേഹം പൂജ ചെയ്യുമ്പോൾ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ആ പൂജാദികളിൽ ശ്രദ്ധ ഇല്ലാതായി തുടങ്ങി. പതുക്കെ ഈ മാൻകുട്ടിയോടുള്ള കളി കൂടി തുടങ്ങി. അതിന്റെ ശ്രദ്ധയിലായി കൂടുതൽ. പൂജയിലും ധ്യാനത്തിനിരിക്കാൻ ഒട്ടും നിവൃത്തിയില്ല. ഇദ്ദേഹം ധ്യാനത്തിനിരുന്ന് സമാധിക്കൊക്കെ പോകുമ്പോഴേക്കും മാൻകുട്ടിക്ക് പേടിയാവും. അപ്പൊ മാൻകുട്ടി തോണ്ടി വിളിക്കും. അപ്പൊ അദ്ദേഹം ധ്യാനത്തിൽ നിന്ന് തിരിച്ചു വരും, മാൻകുട്ടിയോടുകൂടി കളിക്കും. അങ്ങനെ അദ്ദേഹത്തിന് എന്താ പറയുക, വലിയൊരു സാമ്രാജ്യവും സ്വന്തം ഭാര്യയെയും മക്കളെയും ഒക്കെ സംഘമില്ലാതെ ഉപേക്ഷിച്ചിട്ട് വന്ന അദ്ദേഹം ഇപ്പോ വെറും ഒരു മാൻകുട്ടിയോട് എന്തെന്നില്ലാത്തൊരു സംഘം, സ്വന്തം പേരക്കുട്ടികളോട് പോലും ഇല്ലാത്ത
ആ സ്നേഹവാത്സല്യങ്ങൾ അദ്ദേഹത്തിന് ആ മാൻകുട്ടിയിൽ വർദ്ധിച്ചു വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ തപസ് കുറഞ്ഞു, പൂജാദികൾ മുടങ്ങി, ജപാദികൾ മുടങ്ങി. മിക്കവാറും സമയം അദ്ദേഹം മാൻകുട്ടിയുടെ കൂടെ തന്നെ ചെലവഴിച്ചു. ഇനി ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന് ദേഷ്യം വന്ന് മാൻകുട്ടിയെ ഇത്തിരി നല്ലോണം ശാസിച്ചാലോ ആ മാൻകുട്ടിയെ കാണാതെയാവും, ദൂരെ എവിടെയെങ്കിലും പോയിട്ടാവും പേടിച്ചിട്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു തെരഞ്ഞു നടക്കലുണ്ട്. ഭാഗവതത്തിൽ എത്ര മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് അതൊക്കെ അറിയോ. അദ്ദേഹം തെരഞ്ഞു നടക്കുമ്പോ എന്റെ രാജകുമാര, എന്റെ കുട്ട, എന്റെ പൊന്നെ, മോൻ എവിടെ, എന്റെ തങ്കം എവിടെ എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം അലഞ്ഞു തിരിയുന്നത്. പോകുന്ന വഴിയിലുള്ള മൃഗങ്ങളോടും പക്ഷികളോടും വൃക്ഷങ്ങളോടും വരെ അദ്ദേഹം സംസാരിക്കും. അതുപോലെയായി അദ്ദേഹത്തിന്റെ ഒരു ഭ്രാന്ത് പോലെയായി. നിങ്ങൾ കണ്ടോ എന്റെ രാജകുമാരനെ, വൃക്ഷങ്ങളെ നിങ്ങൾ കണ്ടോ എന്റെ രാജകുമാരനെ. നമ്മുടെ ഗോപികമാര് ശ്രീകൃഷ്ണനെ തെരഞ്ഞതുപോലെയാണ് ഇദ്ദേഹം തെരഞ്ഞു നടക്കുക. കണ്ട പക്ഷി മൃഗാദികളോട് വൃക്ഷലതാദികളോടൊക്കെ ഇദ്ദേഹം തന്റെ രാജകുമാരനെ കണ്ടോ, ഈ ദുഷ്ടനായിട്ടുള്ള എന്റെ കൊള്ളരുതായ്മ കൊണ്ട് അവൻ എന്നെ വിട്ടേച്ച് പോയി, ഞാൻ അവനെ ഉപദ്രവിച്ചു, ഞാൻ അവനെ ശാസിച്ചു, അവനത് അർഹിക്കുന്നില്ല, പാവം, അവനത് താങ്ങാൻ പറ്റില്ല. ഈ മൂടനായിട്ടുള്ള ഞാൻ അവനെ ശാസിച്ചപ്പോ അവൻ എന്നെ ഇട്ടേച്ച് പോയി. ഹേ ഭൂമി ദേവി, നീ കണ്ടുവോ അവന്റെ പാദങ്ങൾ പതിഞ്ഞ നീ എത്ര ഭാഗ്യവതിയാണ്. ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ ഗോപികമാർ തെരഞ്ഞതുപോലെ ഈ ഭരതൻ ഈ മാനിന്റെ പുറകെ മാനിനെ അന്വേഷിച്ചുകൊണ്ട് അതിന്റെ കുളമ്പടികൾ നോക്കിക്കൊണ്ട് തെരഞ്ഞുകൊണ്ട് നടക്കും. ഭൂമിയില് മാൻകുഞ്ഞിന്റെ കാലടികൾ വീണാൽ അത് നല്ല സാത്വിക ഭൂമിയാണ്, യജ്ഞങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ഭൂമിയാണ്. അപ്പൊ അതുപോലെയൊക്കെ ആയി കണ്ടിട്ട് നീ ഭാഗ്യവതിയാണ് ഭൂമി എന്നൊക്കെ ഭൂമിയെ പുകഴ്ത്തുന്നു ഈ മാനിന്റെ കാലടയാളം നോക്കിയിട്ട്. അത് കഴിഞ്ഞ് സന്ധ്യയായിട്ടും സൂര്യൻ അസ്തമിച്ചിട്ട് നിൽക്കുന്നു. എന്റെ രാജകുമാര, നീ എവിടെ പോയി? നിന്നെ വല്ല കാട്ടുമൃഗങ്ങളും ഭക്ഷിക്കും, ചെന്നായ്ക്കൾ ഭക്ഷിക്കും, കുറുനരികൾ ഭക്ഷിക്കും, സിംഹങ്ങൾ ആക്രമിക്കും. നീ എവിടെ പോയി? വരൂ വരൂ, ഇരുട്ടാകുന്നു, നിനക്ക് പേടിയാവില്ലേ, മോൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം അലഞ്ഞു തിരിയും. സൂര്യൻ അസ്തമിച്ചിട്ടും കാണാനില്ല, ചന്ദ്രോദയം കാണുന്നു. പൂർണ്ണചന്ദ്രൻ ഉദിച്ചു വരുമ്പോ ആ ചന്ദ്രനിലെ ഒരു മാനിന്റെ അടയാളം, ചന്ദ്രനിലെ മാനിന്റെ അടയാളമുണ്ട്. ചിലപ്പോൾ മുയലിനെ പോലെ തോന്നും, ചിലപ്പോൾ മാനിനെ പോലെ തോന്നും. അതുകൊണ്ടാണ് ചന്ദ്രന് ശശാങ്കൻ എന്നും ഏണാങ്കൻ എന്നും ഒക്കെ പേര്. ശശാങ്കൻ എന്നാൽ മുയലടയാളമായിട്ടുള്ളവൻ, ഏണാങ്കൻ എന്നാൽ മാനടയാളമായിട്ടുള്ളവൻ. ചന്ദ്രന്റെ പര്യായങ്ങളാണതല്ല. അപ്പൊ അല്ലയോ ഏണാങ്കനായ ചന്ദ്രദേവ, എന്റെ മോനെ അങ്ങ് ഏറ്റെടുത്തുവോ? എന്റെ രാജകുമാരനെ ഞാൻ ഉപദ്രവിക്കുന്നു എന്ന് കണ്ട് ഏണാങ്കനായ അങ്ങയ്ക്ക് മാൻ അല്ലെ, അങ്ങയില് അടയാളപ്പെടുത്തിയിരിക്കുന്ന മാനാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാൻ വർഗത്തോട് പ്രേമമുള്ളത് കൊണ്ട് സ്വയം രക്ഷിക്കാനായിക്കൊണ്ട് അങ്ങ് ഏറ്റെടുത്തുവോ? എന്റെ മാൻകുഞ്ഞാണോ അവിടെ കാണുന്നത് എന്നൊക്കെ പിച്ചും പേയും വരെ പറയാൻ തുടങ്ങി എന്ന് പറയാം. അത്രയ്ക്ക് മമത, അത്രയ്ക്ക് ഭ്രമം, ഒരു ഭ്രാന്ത് ആയി എന്ന് പറയാ സംഘം. അപ്പൊ എല്ലാം ഉപേക്ഷിച്ച് വന്ന് പൂർണ്ണ വിരക്തനായിട്ട് വന്ന രാജാവ് ഇപ്പൊ ഇവിടെ ഒരു മാൻകുഞ്ഞിനോട് എന്തെന്നില്ലാത്ത മമതയോടെ, പ്രേമത്തോടുകൂടെ, അതിൽ മാത്രം ശ്രദ്ധയോടുകൂടെ താൻ വന്ന കാര്യം തപസ്സോ തന്റെ ജീവിത ലക്ഷ്യമായ മോക്ഷമോ ഒക്കെ മറന്നുകൊണ്ട് ഈ മാനിനെ തെരഞ്ഞുകൊണ്ട് നടക്കുന്നതായിട്ടുള്ള രംഗം. അങ്ങനെ കുറെ കഴിയുമ്പോൾ അത് പേടിച്ച് വരുമ്പോൾ അതിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അതിനോട് മാപ്പ് പറയും. ഇനി മേലാൽ ഞാൻ പറയില്ല കേട്ടോ, നിന്നെ ഒരു ചീത്തയും പറയില്ല കേട്ടോ, നീ എവിടെയും പോകരുത് കേട്ടോ, എന്നെ വിട്ട് പോയിക്കളയരുത് കേട്ടോ, എനിക്ക് നീയല്ലാതെ ആരുമില്ല കേട്ടോ എന്ന മട്ടിലായി ഇദ്ദേഹം. നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്, നീ എന്നെ വിട്ട് എവിടെയും പോകരുത്, നീ അഥവാ അവിവേകം കൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് സഹിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ഇദ്ദേഹം ഈ മാൻകുഞ്ഞിനോട് കൊഞ്ചും. അങ്ങനെ ഇദ്ദേഹം മാനുമായി വല്ലാതെ ആസക്തിയോടുകൂടി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രായമായി,
അദ്ദേഹത്തിന്റെ ശരീരം വീണു പോകുന്നതായിട്ടുള്ള സമയമായി. അപ്പൊ മരണം അടുക്കും തോറും അദ്ദേഹത്തിന് ഭയം, അദ്ദേഹത്തിന് ഉത്കണ്ഠ. ഞാൻ പോയാൽ ഇവൻ ആരാ ഉള്ളത്, ഈ മാൻകുഞ്ഞിന് ആരാ ഉള്ളത്, വേറെ ആരുമില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ആ മാനിനെ തന്നെ ധ്യാനിച്ച് അദ്ദേഹം പ്രാണൻ വെടിഞ്ഞു. അങ്ങനെ മാനിനെ ധ്യാനിച്ചുകൊണ്ട് പ്രാണൻ വെടിഞ്ഞതുകൊണ്ട് അടുത്ത ജന്മം അദ്ദേഹം മാനായി പറന്നു. ഏതോ ദേശത്ത്, ഭാരതദേശത്ത് ഒരു ഭാഗത്താണ് അദ്ദേഹം മാനായി പറന്നത്. പക്ഷെ പറന്ന അപ്പൊ തന്നെ എന്തോ ഈശ്വര അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് പൂർവജന്മ സ്മൃതി ഉണ്ടായി. ആ മാനിന്റെ രൂപത്തിൽ പൂർവജന്മ സ്മൃതിയോടുകൂടി അദ്ദേഹം ഓർത്തു, പൂർവജന്മത്തിൽ ഞാൻ ഭരത ചക്രവർത്തിയായിരുന്നു, എല്ലാം ഉപേക്ഷിച്ച് ഈ പുലഹാശ്രമത്തിൽ വന്ന് ഭഗവത്ഗീത ഒരു മാൻകുഞ്ഞിനോടുള്ളതായിട്ടുള്ള സ്നേഹാധിക്യം കൊണ്ട് ഇപ്പതാ മാനായിട്ട് ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനിമേൽ ആരോടും ഒരു സ്നേഹവും ഉണ്ടാവില്ല, ഒരു സംഘവും ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ച് ആ മാൻകുഞ്ഞായിരിക്കുമ്പോ തന്നെ ഇദ്ദേഹം പഴയ പുലഹാശ്രമത്തിലേക്ക് തെരഞ്ഞു വരുന്നു. ആ പുലഹാശ്രമ പരിസരത്ത് തന്നെ ഏകാന്തവാസം, അത്യാവശ്യം ഉണങ്ങിയ ഇലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ആ ഗണ്ഡകി നദിയിൽ നിന്ന് വെള്ളവും കുടിച്ചുകൊണ്ട് ഭരത അവതാരത്തിലെ ഭരത ജന്മത്തിലെ തപസ്സിനെ ഇവിടെ മാനിന്റെ രൂപത്തിലാണ് അദ്ദേഹം പൂർത്തിയാക്കുന്നത്. ആ മാനായിരുന്നുകൊണ്ട് ഈശ്വര സ്മരണ ചെയ്തുകൊണ്ട് ഭജനം ചെയ്തുകൊണ്ട് തപസ് അനുഷ്ഠിക്കുന്നു. അല്പം ഉണങ്ങിയ ഇലകളും അല്പം വെള്ളവും മാത്രം കുടിച്ചുകൊണ്ട്, വേറെ ഭക്ഷണം തെരഞ്ഞുകൊണ്ടോ കൂട്ടുകാരെ തെരഞ്ഞുകൊണ്ടോ ഒന്നും പോക്കില്ല. ഏകാന്തവാസം, ഒരു തപസ്വിയായിട്ടുള്ള ഒരു മാനായി കഴിഞ്ഞു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ മാനിന്റെ പ്രായമായി, മാനിന് മരിക്കാനുള്ള സമയമായി. ആ മാൻ മരിച്ചു വീണു. ആ മാൻ മരിച്ച് പിന്നീട് അടുത്ത ജന്മം, മൂന്നാമത്തെ ജന്മം ഈ ഭരതന്റെ അങ്കിരസ് ഗോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണന്റെ ഗൃഹത്തില്. ആ ബ്രാഹ്മണന് 2 ഭാര്യമാരാണ്. ആദ്യ ഭാര്യയിൽ 9 ആൺമക്കളും രണ്ടാമത്തെ ഭാര്യയിൽ 10ാമത്തെ ആൺമകനായിട്ട്, അതായത് രണ്ടാമത്തെ ഭാര്യയുടെ ഒരു മകനും പിന്നൊരു മകളും ഉണ്ടായി. അപ്പൊ ആ മിഥുനങ്ങളായി ജനിച്ച ആ ആൺകുട്ടിയായി ജനിച്ചു. ജന്മനാ തന്നെ പൂർണ്ണജ്ഞാനിയായിരുന്നു, പൂർവജന്മ ബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടി ജനിച്ചപ്പോ തന്നെ ഈ ബോധത്തോടുകൂടെ ആരോടും ഈ ജന്മത്തിൽ ഇനി ബന്ധമില്ല, ഈ ജന്മം ഈശ്വര സാക്ഷാത്കാരം പൂർണ്ണമാക്കാനുള്ളതാണ് എന്ന് കരുതിക്കൊണ്ട് ഒരു സംഘവുമില്ലാതെ, ആരോടും ഒരു കാര്യത്തിലും മറുപടി പറയാതെ, ഒരു മൂകനെ പോലെ, ഒരു ബധിരനെ പോലെ, ഒരു ജഡനെ പോലെ ബാല്യത്തിൽ കഴിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവരും കൂടി ജഡൻ എന്ന് പേരിട്ടു. അദ്ദേഹത്തെ നമ്മുടെ ഭാഗവതം പൂർവജന്മത്തിലെ ഭരത പേരും ചേർത്ത് ജഡഭരതൻ എന്ന് പിന്നെ വിളിക്കാൻ തുടങ്ങി. ജഡനെ പോലെയുള്ള ആള് ജഡഭരതൻ. വാസ്തവത്തിൽ ആ ജന്മത്തിൽ അദ്ദേഹത്തിന്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. ഈ പഴയ ഭരതൻ തന്നെയാണ് ഇയാൾ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി വ്യാസൻ ഇദ്ദേഹത്തെ ജഡഭരതൻ എന്ന് വിളിച്ചു. ജഡനായ ഭരതൻ, ഒരു എന്താ പറയുക, ഭ്രാന്തനെ പോലെ, ഉന്മത്തനെ പോലെ, മൂകനെ പോലെ, മന്ദബുദ്ധിയെ പോലെ ഇരിക്കുന്ന ആ കുട്ടിയെ ജഡൻ 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 എന്ന് എല്ലാവരും കൂടി വിളിച്ചു. മന്ദബുദ്ധി എന്നർത്ഥത്തില്. ആ കുട്ടി വളർന്നു വരുന്നുണ്ട്. കുട്ടിക്ക് ഒന്നിലും ഒരു താല്പര്യവുമില്ല, ആരോടും ഒരു സ്നേഹവുമില്ല, ഒരു മമതയും കാണിക്കില്ല, ഒന്നിലും താല്പര്യമില്ല. എപ്പോഴും അന്തർമുഖനായിരിക്കും. എവിടെയെങ്കിലും പിടിച്ചിരുത്തിയാൽ അവിടെ ഇരിക്കും, എന്തെങ്കിലും കൊടുത്താൽ അത് കഴിക്കും, ചോദിച്ചാൽ ഒന്നും മിണ്ടില്ല. അങ്ങനെ ഒരു മൂക ഭാവം. എന്നാലും ആ കുട്ടിയുടെ അച്ഛന് ഈ കുട്ടിയെ ഉപനയനം കഴിക്കണമെന്ന് നിർബന്ധം. ഉപനയനം കഴിപ്പിച്ചു. വേദങ്ങൾ പഠിപ്പിക്കണമെന്ന് നിർബന്ധം. ആ വേദപാഠശാലയിൽ വേദങ്ങളെ പഠിപ്പിക്കാൻ ചേർത്തു. ഗുരുക്കന്മാര് വേദങ്ങളൊക്കെ ചൊല്ലിക്കൊടുക്കുമ്പോൾ
അതിലൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം പഠിക്കേണ്ടതൊക്കെ പഠിച്ചു കഴിഞ്ഞ ആളാണ്. എല്ലാറ്റിലും PhD എടുത്തു കഴിഞ്ഞ ആൾക്ക് പിന്നെ ഗുണഘോഷ്ടം പഠിക്കേണ്ട കാര്യമുണ്ടോ? മാത്തമാറ്റിക്സിൽ PhD എടുത്ത ആള് പിന്നെ ഇരുന്നുകൊണ്ട് O 2 2 E 2 4 3 2 6 4 2 8 എന്ന് പഠിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ വേദങ്ങളെ കൊണ്ടൊക്കെ എന്താണോ അറിയേണ്ടത് അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ, വേദങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞ, നിർവേദത്തെ പ്രാപിച്ചു കഴിഞ്ഞ, വേദങ്ങളെ മറികടക്കലാണ് നിർവേദം പ്രാപിക്കുക എന്ന് പറയുന്നത്. നിർവേദമായാത് നാസ്തി അകൃത കൃതേന എന്ന് ഉപനിഷത്ത് പറയുന്നത് ഈ അവസ്ഥയെയാണ്. പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്തി അകൃത കൃതേന. അപ്പൊ നിർവേദം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ വൈദികമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും താല്പര്യമില്ലാതാവുക, വേദത്തെ നിർഗമിപ്പിക്കുക. ആരിൽ നിന്ന് വേദം നിർഗതമായിയോ അയാളാണ് നിർവേദനായവൻ. അപ്പൊ വൈദിക കർമ്മങ്ങളിൽ പോലും യാതൊരു താല്പര്യവുമില്ലാതിരുന്നു. നാരായണ. അപ്പോ ഒന്നിലും താല്പര്യമില്ല. എങ്കിലും അച്ഛൻ പഠിക്കാൻ ഏർപ്പാട് ചെയ്തു. എന്തെങ്കിലുമൊക്കെ അവർ പറയുന്നത് അതുപോലെ ചെയ്യും. താല്പര്യപൂർവമല്ല, ഒരു താല്പര്യവും ഇല്ലാതെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു അച്ഛന് വേണ്ടി. വേറൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഒരു ജഡനെ പോലെ, ഒരു മന്ദബുദ്ധിയെ പോലെ അദ്ദേഹം പെരുമാറി. അങ്ങനെ വൈദിക കർമ്മത്തിലൊന്നും താല്പര്യമില്ലാതെ വളർന്നു. അദ്ദേഹത്തിന്റെ അച്ഛന് പ്രായമായി. അച്ഛന് മരിച്ചു പോകുമ്പോൾ ഈ മകനെ കുറിച്ചായിരുന്നു ആവലാതി. ഈ മന്ദബുദ്ധിയായ കുട്ടി എങ്ങനെ ജീവിക്കും എന്നറിയില്ല. മറ്റ് ജ്യേഷ്ഠന്മാരോട് ഏൽപ്പിച്ചു, നിങ്ങൾ വേണം അവനെ നോക്കാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരെ ഏൽപ്പിച്ചു. അദ്ദേഹം മരിച്ചും പോയി. അദ്ദേഹത്തിന്റെ ഈ ജഡഭരതന്റെ അമ്മയും ആ പ്രായമായ അദ്ദേഹത്തിന്റെ കൂടെ മരിച്ചു. ഇപ്പൊ അദ്ദേഹത്തിന് അമ്മയും ഇല്ല, അച്ഛനും ഇല്ല. ഈ ജ്യേഷ്ഠന്മാരാണ് അദ്ദേഹത്തിന്റെ രക്ഷാകർത്താക്കൾ. അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല, എങ്കിലും അവരുടെ കൂടെ തന്നെ കഴിഞ്ഞു. അപ്പൊ അവര് മനസ്സിലാക്കി, ഈ മന്ദബുദ്ധിയെ കൊണ്ട് നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാനൊന്നും പറ്റില്ല. നമ്മൾ വൈദിക കർമ്മങ്ങൾക്ക് പുരോഹിതന്മാരായിട്ട് നടക്കുമ്പോൾ അതിന് കൂടെ കൊണ്ടു നടക്കാൻ പറ്റിയവനല്ല ഇവൻ. അതുകൊണ്ട് ഇവൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ, പശുക്കളെ മേയ്ക്കട്ടെ, പാടത്ത് പണിയെടുക്കട്ടെ, വിറക് വെട്ടട്ടെ, വെള്ളം കോരട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആ പണികളൊക്കെ ഏൽപ്പിക്കും. വിറക് വെട്ടാനും വെള്ളം കോരാനും കൃഷിക്ക് പണിയെടുക്കാനും കിളയ്ക്കാനും കളപറിക്കാനും കാവലിരിക്കാനും പശുക്കളെ നോക്കാനും അങ്ങനെയുള്ള പണികളൊക്കെ എടുക്കും. ഏൽപ്പിച്ച പണി ചെയ്യും. എന്താണ് കൊടുത്തത് വെച്ചാൽ അത് കഴിക്കും. പഴയത് കൊടുക്കും, പഴങ്കഞ്ഞി, അല്ലെങ്കിൽ കൂടുതൽ കൊടുക്കും, ചിലപ്പോൾ കുറച്ച് കൊടുക്കും, നാറിയത് കൊടുക്കും, അതും കഴിക്കും. എന്ത് കൊടുത്താലും ഒരു പ്രശ്നമില്ലാതെ കിട്ടിയത് കഴിച്ചുകൊണ്ട് ഏൽപ്പിച്ച പണിയും ചെയ്തുകൊണ്ട് അദ്ദേഹം സുഖമായി കഴിഞ്ഞു. അപ്പൊ ചിലപ്പോൾ അയൽവാസികളും എന്തെങ്കിലുമൊക്കെ പണികൾ കൊടുക്കും. ഇതാ ഇത്തിരി വെള്ളം കോരിത്തരൂ, ചോറ് വിറക് വെട്ടുക, അതൊക്കെ അയൽവാസികൾക്ക് വേണ്ടിയും അവർ പറഞ്ഞാൽ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ അദ്ദേഹം കഴിച്ചു കൂട്ടി. പ്രാരബ്ധ ശരീരം വീണു പോകുന്നത് വരെ എന്തെങ്കിലും ചെയ്യണം, അത്രയേ ഉള്ളൂ അദ്ദേഹത്തിനെ സംബന്ധിച്ച്. ആരോടും ഒരു പരാതിയുമില്ല, പരിഭവവുമില്ല, ഒന്നിനും ഒരു താല്പര്യവും ആസക്തിയുമില്ല. ഈ പ്രാരബ്ധ ശരീരം വീണു പോകണം, അത്രയേ ഉള്ളൂ. ആ ബോധത്തോടുകൂടെ കഴിഞ്ഞു. അന്തർമുഖനായിരുന്നു.
അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തെ സഹോദരന്മാര് പാടത്ത് കൃഷിയെല്ലാം വിളഞ്ഞിരിക്കുമ്പോൾ മറ്റ് ജന്തുക്കൾ വന്ന് ഭക്ഷിക്കാതിരിക്കാൻ കാവലിരുത്തി. വരമ്പത്ത് അദ്ദേഹം ഇങ്ങനെ കാവലിരിക്കുകയാണ്. രാത്രിയും കാവലിരിക്കും, ജന്തുക്കളൊക്കെ വരാതിരിക്കാൻ. കാട്ടുപന്നികളും പശുക്കളും പക്ഷിമൃഗാദികളും വന്ന് ഭക്ഷിച്ചു പോകാതിരിക്കാൻ അദ്ദേഹം കാവലിരിക്കും. അപ്പൊ അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഒരു രാത്രി തൻ്റെ ആ കൃഷിസ്ഥലത്ത് എന്താ പറയുക, വീരാസനത്തിൽ ഇരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ദക്ഷിണാമൂർത്തി ഇരിക്കും പോലെ കാവൽക്കാരനായിട്ട്. ആ സമയത്താണ് ആ ഭാഗത്തുള്ള ഒരു ശൂദ്രന്മാരുടെ ഒരു പ്രഭു, ഒരു രാജാവ്, വൃഷളന്മാരുടെ അധിപതി, അദ്ദേഹം ഒരു ഭദ്രകാളി പൂജയ്ക്ക് ഒരു നരബലി കൊടുക്കാനായിട്ട് ഒരു മനുഷ്യനെ പിടിച്ച് ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിരുന്നു. ആ മനുഷ്യൻ എങ്ങനെയോ ചാടിപ്പോയി. അപ്പൊ അദ്ദേഹത്തെ തെരഞ്ഞുകൊണ്ട് ഈ രാജാവിൻ്റെ, ഈ പ്രഭുവിൻ്റെ ഭൃത്യന്മാർ ഓടി നടക്കുകയായിരുന്നു. ഇരുട്ടത്ത് ഇയാളുടെ മേലെ തടഞ്ഞു, ഈ വരമ്പത്തിരിക്കുന്ന ഭരതന്റെ മേലെ തടഞ്ഞു. നോക്കിയപ്പോൾ തടഞ്ഞ് അവർ തപ്പി നോക്കിയപ്പോൾ നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു പുരുഷൻ. ശരി, ആ പോയാൾ പോട്ടെ, പകരം ഇയാളെ കൊണ്ടുപോയിട്ട് നമുക്ക് തൽക്കാലം ബലി നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ എണീക്കാൻ പറഞ്ഞു. എണീക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എണീച്ചു. നടക്കാൻ പറഞ്ഞു, നടന്നു. നേരെ കൊണ്ടുപോയി ശൂദ്ര രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഇദ്ദേഹത്തെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഇദ്ദേഹമായാലും മതിയോ ചോദിച്ചു. അപ്പോൾ പൂജാരിക്കും ഒക്കെ സന്തോഷമായി. കാരണം നല്ല തടിമാടൻ, ആരോഗ്യവാൻ, ഒരു അംഗവൈകല്യവുമില്ല, സുന്ദരൻ. അപ്പോൾ വളരെ സന്തോഷമായി. എന്നാ പിന്നെ അദ്ദേഹം തന്നെ ആവട്ടെ എന്ന് വെച്ചു. അങ്ങനെ അദ്ദേഹത്തെ കുളിപ്പിക്കാൻ പറഞ്ഞു. മേലൊക്കെ അഴുക്കുണ്ട്. അപ്പം കുളിപ്പിച്ചു, നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചു. കാരണം ബലി കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ വേണത്രേ. നല്ല ഭക്ഷണം മൂക്കറ്റം കൊടുത്തു, വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തു, അതൊക്കെ കഴിച്ചു. ബലിക്കുള്ള പൂജയ്ക്കുള്ളതായിട്ടുള്ള സമയമായി. ഭദ്രകാളി പൂജ ആരംഭിച്ചു. ആ ബലിപീഠത്തിൻ്റെ അടുത്ത് ഇദ്ദേഹത്തെ കൊണ്ടുപോയി ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. ആ പൂജകൾ നടക്കുന്നുണ്ട്. പൂജകളൊക്കെ ഗംഭീരമായി കഴിഞ്ഞ് അവസാനം ബലി കൊടുക്കേണ്ടതായിട്ടുള്ള സമയമായി. പൂജാരി ആ വാളും എടുത്തുകൊണ്ട് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ഭദ്രകാളി ആവേശത്തോടു കൂടി ഇദ്ദേഹത്തിന്റെ കഴുത്ത് ആ ബലിപീഠത്തിലേക്ക് എടുത്തു വെക്കാൻ പറഞ്ഞ് വെപ്പിച്ച് കഴുത്ത് മുറിക്കാനായിക്കൊണ്ട് ബലി കൊടുക്കാനായിക്കൊണ്ട് ആ പൂജാരി വരുന്നതായിട്ടുള്ള സമയത്ത് ഇദ്ദേഹം സുഖമായിട്ട് വെച്ചു കൊടുത്തു. കഴുത്ത് വേണമെങ്കിൽ വെട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഭയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇങ്ങനെയാണ് തന്റെ പ്രാരബ്ധം കഴിയുന്നതെങ്കിൽ കഴിഞ്ഞോട്ടെ എന്ന മട്ടിലാണ്. പക്ഷേ ഭദ്രകാളിക്ക് സഹിച്ചില്ല. ഇദ്ദേഹം ഈ പൂജാരി വെട്ടുന്നതിന് മുമ്പേ ആ ഭദ്രകാളി വിഗ്രഹം പിളർന്ന് ആ ഭദ്രകാളി വിഗ്രഹത്തിൽ നിന്ന് സാക്ഷാൽ ഭദ്രകാളി 8 കൈകളോടുകൂടി പുറത്തേക്ക് ചാടി വന്നു. ദിവ്യങ്ങളായ ആയുധങ്ങളോടെ ഗംഭീരമായിട്ടുള്ള വേഷത്തിൽ. ആ ഭദ്രകാളി ചാടി വന്ന പാടെ തന്നെ ഈ വെളിച്ചപ്പാടിന്റെ അല്ലെങ്കിൽ പൂജാരിയുടെ കയ്യിലെ വാളിനെ വാങ്ങിച്ച് തിരിച്ചു പിടിച്ച് ആ വാള് കൊണ്ട് അയാളുടെ കഴുത്ത് തന്നെ വെട്ടി. പൂജാരിയുടെ കഴുത്തും വെട്ടി, ഈ രാജാവിന്റെ കഴുത്തും വെട്ടി, തടയാൻ വന്നതായിട്ടുള്ള ആളുകളെയൊക്കെ വെട്ടി. അവരുടെയൊക്കെ തല കൊണ്ട് പന്താടിക്കൊണ്ട് തൻ്റെ കൂടെ ഭൂതഗണങ്ങള്, കാളികൂളികൾ എന്ന് പറയുന്ന കൂട്ടത്തോടുകൂടെ ശിരസ്സുകളെ കൊണ്ട് പന്താടി കളിച്ചു ഭദ്രകാളി എന്ന് പറയുകയാണ്. അവിടെ ചോര കുടിച്ചുകൊണ്ട്, അവരുടെയൊക്കെ ചോര കുടിച്ചുകൊണ്ട് ശിരസ്സുകളെ കൊണ്ട് കന്തുകലീലയാടി കളിച്ചു. അപ്പോഴും ഇതൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം ശാന്തനായിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഭദ്രകാളിയുടെ പാട്ടിൽ പോയി. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പാട്ടിൽ എണീച്ചും പോന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തെ പിന്നീട് ഒരിക്കൽ ഒരു ഭാഗത്ത് എവിടെയോ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള സമയത്ത് രഘുഗണൻ എന്ന് പറഞ്ഞൊരു രാജാവ്, സിന്ധു സൗവീരം എന്ന് പറയുന്ന സിന്ധു രാജ്യത്തിന്റെ രാജാവായിരുന്ന രഘുഗണൻ, അദ്ദേഹം കപില മഹർഷിയുടെ അടുത്ത് ഉപദേശങ്ങൾ തേടാനായിക്കൊണ്ട്, ചില സംശയങ്ങൾ തീർക്കാനായിക്കൊണ്ട് ഒരു പല്ലക്കിൽ എഴുന്നള്ളി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പല്ലക്ക് ചുമക്കാൻ 4 ഭാരവാഹികളുണ്ട്, അമാലന്മാര്. ആ 4 പേരും ചുമന്നുകൊണ്ട് വരുമ്പോൾ ഒരാൾ ക്ഷീണിച്ചു.
ഒരാൾക്ക് വയ്യാതെയായി, പകരം ആള് വേണം ഇദ്ദേഹത്തിന്റെ യാത്ര തുടരണമെങ്കിൽ. അപ്പോൾ ഇദ്ദേഹത്തെ ഒരു ഭാഗത്ത് നിർത്തി പുതിയ ഒരാളെ പകരം തിരയാനായിട്ട് നിന്നപ്പോൾ ഈ തടിമാടനെ കിട്ടി, നമ്മുടെ ജഡഭരതനെ. വരൂ, ഇവിടെ വരൂ, രാജാവിന്റെ പല്ലക്ക് ചുമക്കൂ എന്ന് പറഞ്ഞ് മറ്റ് 3 പേരും ഇദ്ദേഹത്തിന്റെ തോളിൽ ഒരു ഭാഗവും, അങ്ങനെ 4 പേരായിട്ട് ചുമന്നുകൊണ്ട് ഈ പല്ലക്ക് നടക്കാൻ പറഞ്ഞു. അദ്ദേഹം ഒരു കൂസലുമില്ലാതെ നടക്കാൻ തുടങ്ങി. പക്ഷെ നടക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. മറ്റുള്ളവരൊക്കെ സാധാരണ ഗതിയിൽ നടക്കുമ്പോൾ ഇദ്ദേഹം വളരെ പതുക്കെ നടക്കുള്ളൂ. ഇദ്ദേഹം ഭൂമിയിൽ നോക്കിക്കൊണ്ടാണ് നടത്തം. ഭൂമിയിൽ വല്ല പ്രാണികളോ ഉറുമ്പോ ഏതെങ്കിലും പുഴുക്കളോ എന്തെങ്കിലും ഭൂമിയിൽ കണ്ടാൽ അദ്ദേഹം മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടേക്ക് എടുക്കും, അല്ലെങ്കിൽ വശത്തേക്ക് മാറ്റും. ഇങ്ങനെ ഭരതൻ സാക്ഷാൽ ഭരതനാട്യം കളിച്ചുകൊണ്ടാണ് നടന്നത്. ഭരതനാട്യമായി അദ്ദേഹത്തിന്റെ നടനം. അപ്പൊ ഇത് ഈ പല്ലക്കിനെ അസ്വസ്ഥമാക്കി. മറ്റു 3 പേരും മര്യാദയ്ക്ക് ചുമക്കുമ്പോൾ ഈ ഒരാൾ മാത്രം ഇങ്ങനെ കടന്ന് തരികിട കളിച്ചോണ്ടിരിക്കുകയാണ്. മുന്നോട്ടും പിന്നോട്ടും വശത്തോട്ടും എന്ന് പറഞ്ഞ പോലെ ആടി കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ രാജാവ് രഘുഗണന് അസ്വസ്ഥനായി. അദ്ദേഹം അതിലിരുന്നുകൊണ്ട്, പല്ലക്കിലിരുന്നുകൊണ്ട് ആജ്ഞാപിച്ചു വാഹകരോട്, ഹേ ഓടാര സാധു വഹദ, അല്ലയോ വാഹകരെ, മര്യാദയ്ക്ക് വഹിക്കും നിങ്ങള് എന്ന് പറഞ്ഞ് അദ്ദേഹം ഗർജിച്ചു ഉള്ളിൽ നിന്നുകൊണ്ട്. അപ്പോ ആ ചുമക്കുന്ന 3 പേരും പറഞ്ഞു, അയ്യോ വയം സാധ്വേവ വഹാമ, ഞങ്ങള് മര്യാദയ്ക്കാണ് വഹിക്കുന്നതേ. ഇതാ ഇവിടെ പുതിയതായിട്ടൊരാൾ വന്നിട്ടുണ്ട്, അയാളാണ് കുഴപ്പക്കാരൻ, ഈ പുതിയ ആളാണ് കുഴപ്പക്കാരൻ എന്ന് പറഞ്ഞു. എടോ മര്യാദയ്ക്ക് നടക്കേ എന്ന് രാജാവ് ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. അദ്ദേഹം പഴയ പഠിക്ക് തന്നെ നടക്കണ്ട, ഒരു കൂസലും ഇല്ലാതെ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു രാജാവിന്. എടോ താൻ ആരാന്നാ വിചാരിച്ച്? ഞാൻ ആരെന്ന് അറിയോ നിനക്ക്? ഞാൻ രാജാവാണ്, ഞാൻ നിന്നെ ദണ്ഡിക്കും, ശിക്ഷിക്കും, മര്യാദയ്ക്ക് നടക്ക് എന്നൊക്കെ ശാസിക്കാനും പരിഹസിക്കാനും ഒക്കെ തുടങ്ങി. അയ്യോ പാവം തന്നെ, ക്ഷീണിച്ചിരിക്കണ കണ്ടില്ലേ, കുറെ നേരമായി ചുമക്കാനും തുടങ്ങിയിട്ടേ, അപ്പൊ ആളാകെ ക്ഷീണിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിക്കാനും ഒക്കെ തുടങ്ങി. ദണ്ഡിക്കും എന്ന് പറഞ്ഞ് ശാസിക്കാനും തുടങ്ങി. ഇപ്പൊ അടിക്കുമെന്നുള്ള മട്ടായി. ആ സമയത്താണ് ഈ ജഡഭരതൻ, അതുവരെ ജീവിതത്തിൽ ആരോടും സംസാരിച്ചിട്ടില്ലാത്ത ആള്, ആദ്യമായി സംസാരിക്കുന്നത്. ആ സംസാരം ഒരു 1.5 സംസാരമായിരുന്നു. അത് ശ്രീമദ് ഭാഗവതത്തിൽ ഒരു 3-4 അധ്യായങ്ങളിലാണ് ജഡഭരത രഘുഗണ സംവാദം. അതിഗംഭീരമായിട്ടുള്ള, അതിഗഹനമായിട്ടുള്ള വേദാന്ത ഉപദേശം. ഈ ദേഹാഭിമാനികൾക്കാണ് ഈ ഭ്രമമെല്ലാം ഉള്ളത്. അങ്ങേ പോലെയുള്ള ദേഹാഭിമാനികൾക്കുള്ളതാണ് ഈ ഭ്രമം. ഞാൻ രാജാവെന്നും അങ്ങ് ഭൃത്യനെന്നൊക്കെ എന്നെക്കുറിച്ച് അങ്ങ് പറഞ്ഞത് അങ്ങയുടെ അറിവില്ലായ്മ കൊണ്ടാണ്. വാസ്തവത്തില് ഭൂമിയാകുന്ന മണ്ണിന്റെ മുകളില് ഒരു മണ്ണാങ്കട്ട, ആ മണ്ണാങ്കട്ടയ്ക്ക് കയ്യെന്നും കാലെന്നും ശരീരമെന്നും ഒക്കെ കുറെ മണ്ണാങ്കട്ടകള്. ഈ മണ്ണാങ്കട്ടയുടെ മുകളില് പല്ലക്ക എന്ന് പറഞ്ഞിട്ടൊരു മണ്ണാങ്കട്ട വെച്ചിട്ടുണ്ട്. ആ പല്ലക്ക എന്ന് പറഞ്ഞ മണ്ണാങ്കട്ടയുടെ ഉള്ളിലൊരു മണ്ണാങ്കട്ട ഇരിപ്പുണ്ട്. അയാള് സ്വയം പറയാണ് ഞാൻ രാജാവാണെന്ന്. ഇതെല്ലാം വാസ്തവത്തിൽ ഒരേ മണ്ണാണ്, ഒരേ മണ്ണാങ്കട്ട എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ദേഹാഭിമാനത്തെ നല്ല ചാട്ടവാറുകൊണ്ട് അടിക്കും പോലെ പ്രഹരിച്ച്, വാക്കുകളെ കൊണ്ട് പ്രഹരിച്ച്, നല്ല ബുദ്ധിമാനാണ്, വിവേകിയാണ് ഈ രാജാവ്. അതുകൊണ്ടാണ് കപില മഹർഷിയുടെ അടുത്തുനിന്ന് സാങ്ഖ്യശാസ്ത്രം പഠിക്കാൻ പോവണേ. ആ സാങ്ഖ്യശാസ്ത്രം കപില മഹർഷിയുടെ അടുത്ത് പോകേണ്ടി വന്നില്ല. പ്രകൃതി പുരുഷ ആത്മ അനാത്മ വിവേചനം ഇവിടെ ആ ജഡഭരതൻ ഉപദേശിച്ചു കൊടുത്തു. നീ ദേഹമല്ല, നീ ആത്മാവാണ് എന്നുള്ളതായിട്ടുള്ള തത്വം
നമ്മൾ ഓരോരുത്തരും ആത്മസ്വരൂപികളാണ്. ദേഹമാണെന്ന് വിചാരിക്കുമ്പോഴാണ് ഞാൻ തടിച്ചവൻ, മെലിഞ്ഞവൻ, ക്ഷീണിതൻ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ഭാവം, ഞാൻ മുകളിലിരിക്കുന്നവൻ, ഞാൻ താഴെ ഇരിക്കുന്നവൻ, ഞാൻ ചുമക്കുന്നവൻ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ഭ്രമം, ഇതൊക്കെ ഞാൻ ദേഹമാണെന്ന് വിചാരിക്കുമ്പോഴാണ്. ഞാൻ ആത്മസ്വരൂപനാണെന്ന് കരുതുന്ന ഒരാൾക്ക് ഈ ഭേദഭ്രമങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങയെ ചുമന്നിട്ടുമില്ല, എനിക്കൊരു ഭാരം ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഞാൻ അങ്ങ് വേറെ ഞാൻ വേറെ എന്ന് കരുതിയാലല്ലേ ഞാൻ അങ്ങയെ ചുമക്കുന്നു എന്നുള്ള ഭാവമുള്ളൂ. ഞാൻ അങ്ങയെ ചുമന്നിട്ടേ ഇല്ല, എനിക്കിട്ട് ഭാരവും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ എന്തൊക്കെയാണ് സംശയങ്ങൾ ഉണ്ടായിരുന്ന ആ സംശയങ്ങളെ മുഴുവൻ തീർക്കുന്ന രീതിയിൽ, അദ്ദേഹത്തിന്റെ ദേഹാഭിമാനത്തെ പോക്കുന്ന രീതിയിൽ, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആത്മജ്ഞാനം ഉണ്ടാകുന്ന രീതിയിൽ അതിമനോഹരമായിട്ടുള്ള ഒരു ഉപദേശമാണ് കൊടുക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കുന്നു. അങ്ങനെ രഘുഗണ ബ്രാഹ്മണ സംവാദം എന്ന് പറഞ്ഞ് ശ്രീമദ് ഭാഗവതത്തിൽ ഒരു 3-4 അധ്യായം മനോഹരമായിട്ട് ഈ ആത്മ അനാത്മ വിവേചനം, പ്രകൃതി പുരുഷ വിവേചനം ചെയ്ത് ഈ രാജാവിന്റെ സർവ അഭിമാനത്തെയും ഇല്ലാതാക്കി, അജ്ഞാനത്തെ നീക്കി, അദ്ദേഹത്തിന്റെ സംശയങ്ങളെ മുഴുവൻ നീക്കി, കപില ഭഗവാനിൽ നിന്ന് എന്തറിയണമോ അത് ഇവിടെ അറിഞ്ഞു. ഉടനെ അദ്ദേഹം ഈ മഹാത്മാവിനെ ഈ ഇതിൽ നിന്ന് ചാടി ഇറങ്ങിക്കൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ക്ഷമാപണം ചെയ്തുകൊണ്ട് പറഞ്ഞു, അങ്ങ് എന്നെ പരീക്ഷിക്കാൻ വന്ന സാക്ഷാൽ കപില ഭഗവാൻ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. എന്നെ അനുഗ്രഹിക്കാൻ വന്ന കപില ഭഗവാനാണ് അങ്ങ്. എന്റെ അപരാധം ക്ഷമിക്കണമേ, എനിക്ക് വേറൊന്നിനെയും ഭയമില്ല. ഒരു ബ്രാഹ്മണ ശാപം ഉണ്ടാകരുത് എനിക്ക്. ഒരു മഹാത്മാവിന്റെ ശാപം മാത്രമേ ഞാൻ ഭയക്കുന്നുള്ളൂ. എനിക്ക് യമന്റെ ദണ്ഡത്തെ പോലും ഭയമില്ല. പക്ഷെ ബ്രാഹ്മണ ശാപം, ഒരു മഹാത്മാവിന്റെ ശാപം ഞാൻ താങ്ങില്ല. എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞ് ഈ ജഡഭരതന്റെ കാൽക്കൽ വീണ് കെട്ടിപ്പിടിച്ച് ക്ഷമാപണം ചെയ്യുന്ന, കരയുന്ന ആ രഘുഗണനെ കാണാം അവസാനം. എല്ലാ സംശയങ്ങളും തീർക്കുന്ന ഗംഭീരമായിട്ടുള്ള ഉപദേശം, ആത്മ അനാത്മ വിവേചനം ചെയ്യുന്ന ഉപദേശമാണ് ഈ ഭരതൻ കൊടുക്കുന്നത്. അപ്പൊ ഭരതൻ ആ ഒരു അവസ്ഥയെ പ്രാപിച്ച ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റിയത്. ആ ഭരതന് തന്റെ ദേഹത്തിൽ ഒരു അഭിമാനം ഉണ്ടായിരുന്നില്ല. ഈ ശരീരം അത് പ്രാരബ്ധം കൊണ്ടുണ്ടായത്, അത് അതിന്റെ പ്രാരബ്ധം കഴിയുമ്പോൾ പോകും, അതുമായിട്ട് തനിക്ക് ഒരു ബന്ധവുമില്ല എന്ന മട്ടിലാണ് അദ്ദേഹം ഇരുന്നിരുന്നത്. ഒരു അതിഥി അന്യന്റെ ഒരു ഗൃഹത്തിൽ ചെന്നാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഈ ശരീരം ആകുന്ന ആതിഥേയ ഗൃഹത്തിൽ കാലൻ തന്ന ഒരു ഗൃഹമാണിത്, അല്ലെ? കാലന്റെ സമ്മാനം. അത് കാലന് തോന്നുമ്പോ തിരിച്ചെടുക്കും. കാലൻ എന്നാൽ കാലം തന്നെയാണ്. അപ്പൊ കാലം തന്ന ഒരു സമ്മാനമായിട്ടുള്ള ഈ ശരീരത്തിൽ ഒരു അതിഥിയെ പോലെ കുറച്ചു കാലം കഴിയുക നമ്മളൊക്കെ. അത് കഴിഞ്ഞ് ആതിഥേയൻ ഇതിനെ തിരിച്ചെടുക്കുമ്പോൾ, അഥവാ നമ്മളെ ശരി എന്ന് പറഞ്ഞ് നമ്മളെ യാത്ര പറയുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോകുക. ആ ലാഘവത്തോടുകൂടി ഈ ശരീരത്തിൽ ഇരിക്കാറാവണം. എപ്പോ വേണമെങ്കിലും ഈ ശരീരം വീണു പോകട്ടെ, ഇതെന്റെ പ്രാരബ്ധം കൊണ്ട് വന്നു ചേർന്നതാണ്. പ്രാരബ്ധം കഴിയുമ്പോൾ ഇത് വീണു പോകും, അതിലൊന്നും പരിഭ്രമിക്കേണ്ട കാര്യമില്ല എന്ന് ഈ ജഡഭരതൻ ലോകത്തെ കാണിച്ചു തരണം, പഠിപ്പിച്ചു തരണം. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും ഉപദേശങ്ങളും ഒരേപോലെ. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ അതിഗഹനങ്ങളായത് അത് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതം. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു മഹാത്മാവിന്റെ ഒരു ചരിത്രമാണ് ഈ ജഡഭരത ചരിത്രം. പിന്നീട് അദ്ദേഹത്തിന്റെ എന്താ പറയാ, പ്രാരബ്ധം കഴിഞ്ഞപ്പോൾ ഈ ശരീരം വീണുപോയി. അദ്ദേഹം പരിപൂർണമായിട്ട് വിദേഹമുക്തനായി ഈശ്വര പ്രാപ്തി പൂർണ്ണമായി നേടി. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴും മുക്തനായിരുന്നു. ദേഹം പോയപ്പോൾ അദ്ദേഹം വിദേഹമുക്തനായി.
ജീവിച്ചിരിക്കുമ്പോൾ ജീവൻ മുക്തൻ എന്ന് പറയും, ദേഹം വീണുപോയാൽ വിദേഹമുക്തൻ എന്ന് പറയും. ദേഹം പോയി പൂർണ്ണമുക്തനായവൻ. അങ്ങനെ ആ ജഡഭരതന്റെ ചരിത്രം ഇവിടെ അവതരിപ്പിച്ചു. 9 അധ്യായങ്ങളിലാണ് ശ്രീമദ് ഭാഗവതം. 7-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെ പഞ്ചമസ്കന്ധത്തില് ജഡഭരത ചരിത്രം. അതിമനോഹരാണ്. ആ ഉപദേശങ്ങളും ഒക്കെ അതിമനോഹരാണ്. അത് ഗ്രഹിക്കണമെങ്കിൽ അതിനുള്ള പാകത വരണം. നമ്മൾ അത് ഉൾക്കൊള്ളണമെങ്കിൽ, അത് വ്യാഖ്യാനിക്കണമെങ്കിലും നല്ല പണിയാണ്. ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും ജഡഭരതന്റെ ഉപദേശങ്ങള്, ആ ഭാഷണം, ഭരതഗീത എന്ന് പറയാം, അത് വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല, പ്രയാസമാണ്. വ്യാഖ്യാനിച്ചാലും കേൾക്കുന്നവർക്ക് മനസ്സിലാവൂല്ല. അത്ര ഗംഭീരമാണ്. ആത്മ അനാത്മ വിവേചനം, ചിജ്ജട ചിന്തനം, പ്രകൃതി പുരുഷ വിവേചനം, ദൃഗ്ദൃശ്യ വിവേകം എന്നൊക്കെ പറയുന്ന സർവ പദ്ധതികളും അതിൽ സമന്വയിപ്പിച്ചിട്ടുണ്ട്. അത്ര മനോഹരമായിട്ടുള്ള ആ ഉപദേശം കൊണ്ട് ധന്യമാണ് ആ ഭരതചരിത്രം. അപ്പൊ ഈ ഭരതചരിത്രത്തിലൂടെ പഞ്ചമസ്കന്ധത്തിനുള്ള സന്ദേശം എന്താണ്? നമുക്ക് ആ ഭരതൻ എന്ന ചക്രവർത്തി എല്ലാം ഉപേക്ഷിച്ചു പോയിട്ടും ആ മാനിനോട് അദ്ദേഹത്തിന് മമതയുണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും? അത് ഈശ്വരന്റെ മായ, ഈശ്വരന്റെ മായാവിലാസം. ഈശ്വരൻ മായയെ കൊണ്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത്. അപ്പൊ ഈശ്വരന്റെ മായയാണ് കാലാകാലങ്ങളിൽ ഓരോരുത്തരെ ഓരോന്നിന് പ്രേരിപ്പിക്കുന്നത്. ഇപ്പോ നമ്മളൊക്കെ ആ മായ കൊണ്ട് പ്രേരിതരായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഈശ്വരന്റെ മായയിൽ പ്രേരിതനായിട്ട് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ പറയണു. ആ മായ കൊണ്ട് പ്രേരിതരായിട്ട് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ കേൾക്കണു. ഇതെല്ലാം ഭഗവാന്റെ മായയാണ് ഈ നടക്കുന്നതെല്ലാം. അപ്പൊ അതുപോലെയാണ് ആ എല്ലാം ഉപേക്ഷിച്ച് സ്വന്തം ഭാര്യയും മക്കളെയും വലിയ സാമ്രാജ്യത്തെയും ഉപേക്ഷിച്ചതായിട്ടുള്ള ഭരത ചക്രവർത്തിക്ക് കേവലം ഒരു മാൻകുഞ്ഞിനോട് സംഘമുണ്ടായത് ഈശ്വരന്റെ നിശ്ചയം. ഈശ്വരൻ ആ മാൻകുട്ടിയെ രക്ഷിക്കാൻ തീരുമാനിച്ചു. അതിന് ഭരതനെ ഉപകരണമാക്കി. അത്രയേ ഉള്ളൂ. ഭരതൻ അതിന് ഉപകരണമായി. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും മാനായിട്ട് ജനിപ്പിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഭരതനായി, ജഡഭരതനായി ജനിച്ചു. ആ ജഡഭരതനായപ്പോഴും അദ്ദേഹത്തിനെ എല്ലാ സന്ദർഭത്തിലും രക്ഷിച്ചതാരാ? ഈശ്വരൻ തന്നെ. അദ്ദേഹം സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ദേഹരക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല അദ്ദേഹം. ഭദ്രകാളിയായി വന്നതാരാ? ഭഗവാൻ തന്നെയാണ്. ആ ശൂദ്രന്മാരുടെ ബലിയിൽ നിന്ന് ഈ ജഡഭരതനെ രക്ഷിച്ചതായിട്ട് ഭദ്രകാളിയായിട്ട് വന്നതും സാക്ഷാൽ നാരായണൻ തന്നെയാണ്. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. നാരായണൻ തന്നെയാണ് അമ്മയും ദേവിയും ഭദ്രയും ലക്ഷ്മിയും ഒക്കെയായി വരുന്നത്. അപ്പൊ അങ്ങനെ ഭഗവാൻ തന്നെ ഭദ്രകാളിയായി വന്ന് അദ്ദേഹത്തെ രക്ഷിച്ചു. ആ ഭഗവാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രാരബ്ധം കഴിയുന്നത് വരെ അദ്ദേഹത്തെ രക്ഷിച്ചത്. ഇനി ആ രഘുഗണനായിട്ട് വന്നതാരാ? രഘുഗണനായിട്ട് വന്നത് ഈ മാൻകുഞ്ഞായിരുന്നു, പഴയ മാൻകുഞ്ഞ്. അദ്ദേഹത്തെ രക്ഷിച്ച ആ ഭരതനിൽ നിന്ന് തന്നെ ഉപദേശം കിട്ടാനായി കൊണ്ടുള്ള യോഗം അദ്ദേഹത്തിനുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം അടുത്ത ജന്മത്തിൽ രഘുഗണനായിട്ട് വന്ന് ഇദ്ദേഹത്തിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചു. അദ്ദേഹവും മുക്തനായി. രഘുഗണനും ഭാഗ്യവാനായി ഈ ജഡഭരതനെ കണ്ടുമുട്ടിയതോടുകൂടി അദ്ദേഹത്തിന്റെ അജ്ഞാനം മുഴുവൻ തീർന്ന് അദ്ദേഹവും ധന്യധന്യനായി. അപ്പൊ ഇങ്ങനെയുള്ള ഭഗവാന്റെ രക്ഷയെ, ഭഗവാൻ എങ്ങനെയാണ് ലോകത്തെ രക്ഷിക്കുന്നത്? തന്റെ മായ കൊണ്ട്. തന്റെ മായ കൊണ്ട് എല്ലാം സൃഷ്ടിക്കുന്നു. മായ കൊണ്ട് ഭഗവാൻ പരിപാലിക്കുന്നു. മായ കൊണ്ട് തന്നെ എല്ലാറ്റിനെയും പരിണമിപ്പിക്കുന്നു. മായ കൊണ്ട് സംഹരിക്കുന്നു.
ഭഗവാന്റെ മായയാണ് ഈ പ്രപഞ്ച നാടകം. അദ്ദേഹം ഇഷ്ടം പോലെ കളിക്കട്ടെ, അദ്ദേഹത്തിൻ്റെതാണ് എല്ലാം. അതിൽ നമുക്കെന്താ അഭിപ്രായം പറയാനുള്ളത്? അതിങ്ങനെയാവണം അങ്ങനെയാവണം എന്ന് നമ്മൾ എന്തിനാ ആ സ്ക്രിപ്റ്റിൽ തിരുത്തൽ വരുത്താൻ നിർത്തുന്നത്, മെനക്കെടുന്നത്? ഭഗവാന്റെ സ്ക്രിപ്റ്റ് എന്തോ അത് തിരുത്തലില്ലാതെ അങ്ങനെ തന്നെ നടക്കട്ടെ. അത് തിരുത്തേണ്ട ഒരു കാര്യവുമില്ല. കാരണം സർവജ്ഞനായിട്ടുള്ള സകലകലാ വല്ലഭനായിട്ടുള്ള ആ ഭഗവാൻ എഴുതിയ സ്ക്രിപ്റ്റാണത്. അതിൽ ഒരു തിരുത്തലിന്റെയും ആവശ്യവുമില്ല. അതുകൊണ്ട് നാടകം തുടരട്ടെ. ലെറ്റ് ദ ഡ്രാമ കണ്ടിന്യൂ, ലെറ്റ് ദ പ്ലേ കണ്ടിന്യൂ. നമുക്ക് ആ കളിയിൽ നമ്മുടെ റോളുകൾ ഭംഗിയായി നിർവഹിക്കാം. എല്ലാ ഭാരവും അവന് വിട്ടുകൊടുത്തിട്ട്, എല്ലാ ഭാരവും അവൻ ചുമന്നോളും. എല്ലാം അവന്റെ പണിയാണ്, അവന്റെ ലീലയാണ്, അവന്റെ ഇച്ഛയാണ്. നമുക്ക് ഫ്രീ ആയിരിക്കാം. നിമിത്തമാത്രം ഭവ, നിമിത്തമാത്രം ഭവ, നിമിത്തമാത്രം ഭവ. ഈ മന്ത്രം നമ്മുടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വതന്ത്രരായിരിക്കാം. നമുക്കൊരു ഭാരവും വേണ്ട, ഒരു സ്ട്രെസ്സും സ്ട്രെയിനും വേണ്ട. ലെറ്റ് ഹിം ഡിസൈഡ്, ഹി നോസ് വാട്ട് ടു ഡു. നമ്മൾ ഒരു പരിഭ്രമവും ഇല്ലാതെ കഴിയാം. അവന്റെ കയ്യിൽ നമ്മുടെ ഭാരമേൽപ്പിച്ച്. അതാണ് ഈ ജഡഭരത ചരിത്രത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഋഷഭദേവനും അത് തന്നെയാണ് കാണിച്ചു തന്നത്, അവധൂതനായി കാണിച്ചു തന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആ ജഡഭരത ചരിത്രം ഭാഗവതത്തില് 9 അധ്യായത്തിൽ പറഞ്ഞത് മേൽപ്പത്തൂർ വിട്ടുപോയതിൽ നമുക്ക് പരിഭവമുണ്ട്. എന്തേ മേൽപ്പത്തൂരെ, അതുകൂടി ഒന്ന് പറഞ്ഞു വെക്കായിരുന്നില്ലേ എന്ന് നമുക്ക് പരിഭവമുണ്ട്. സാരമില്ല, അതും ഭഗവാന്റെ ലീല, അതും ഭഗവാന്റെ ലീല, ഗുരുവായൂരപ്പന്റെ ലീല. അപ്പൊ ഇനിയിപ്പോ നമുക്ക് 21-ാം ദശകത്തിലെ നവവർഷങ്ങളും സപ്തദീപങ്ങളും വർണ്ണന നാളെ തുടരാം. ഇന്നിപ്പോ സമയവുമായി, വെളിച്ചവും പോയി. ജഡഭരത ചരിത്രം എല്ലാവരും നന്നായി വിചാരം ചെയ്യുക, ഉറപ്പിക്കുക. ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് അത് പഠിക്കണം, വിശദമായി പഠിക്കണം. അതിനുള്ള അവസരം ഉണ്ടാവട്ടെ. തൽക്കാലം നിർത്തുന്നു. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എമർജൻസി ലൈറ്റ് മങ്ങി, അതിൻ്റെ പവർ കുറഞ്ഞു. കുറച്ചു നേരമേ നിൽക്കുന്നുള്ളൂ.